നമ്മുടെ ഈ മഞ്ചിഷ്ട ക്രീമിൻ്റെ ഓഫർ നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെബ്സൈറ്റിൽ ഇല്ല കേട്ടോ. വാട്സാപ്പിൽ മാത്രമേ ഉള്ളൂ. വാട്സാപ്പ് ബുക്കിംഗ് ആണ് ഇതിന്. വെബ്സൈറ്റിൽ ഓഫർ അവൈലബിൾ അല്ല. കാരണം അത്രയും ബുക്കിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി ആകുമ്പോൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് വാട്സാപ്പിലാണ് ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. വാട്സാപ്പിലാണ്. വെബ്സൈറ്റിൽ ഇതിൻ്റെ പല പല ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഓഫർ ഇല്ലാതെ വാങ്ങിക്കാം. കുറേ പേര് നമുക്ക് വാട്സാപ്പിൽ ബുക്കിങ്ങിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫോർമാറ്റ് തരും. നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ അവരുടെ അഡ്രസ്സ് ഫോർമാറ്റ് വേണം. അഡ്രസ്സ് ഇല്ലാതെ പ്രോഡക്റ്റ് വരത്തില്ല. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഓഫീസുകളിലേക്കോ നിങ്ങളുടെ വീടുകളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ, അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവത്തില്ലേ? അപ്പോൾ ആ അഡ്രസ്സ് നമ്മളൊരു 7 കോളമുള്ളൊരു ഫോർമാറ്റ് തരും. അത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് തരും. പേയ്മെൻറ്റ് ചെയ്യുക. ഡെലിവറി പീരീഡും ബുക്കിംഗ് സമയത്ത് തന്നെ തരും. ആ ഡെലിവറി പീരീഡിനകത്ത് ഷുവറായിട്ടും 100 അല്ല 101% അഷ്വറൻസ് ആണ് അതിന്. കാരണം നമുക്ക് ഇന്ന് വരെ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയില്ല, പൈസ അടച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് ഒരാളും കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയത്തിനകത്ത് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ അർജൻറ്റ് ഡെലിവറി ഈ ക്രിസ്മസ് കഴിയുന്നത് വരെ നമ്മൾ അർജൻറ്റ് ഡെലിവറി എടുക്കുന്നില്ല. കാരണം അർജൻറ്റ് ഡെലിവറി ഇവിടെ ഉണ്ട്. അർജൻറ്റ് ഡെലിവറി ചാർജസ് അപ്ലിക്കബിൾ ആണ്. പക്ഷേ നമ്മൾ അത് ക്രിസ്മസ് കഴിയുന്നത് വരെ എടുക്കുന്നില്ല. കാരണം ക്രിസ്മസ് കഴിയുന്നത് 26th വരെ ഒരുവിധ കൊറിയർ സർവീസ് എല്ലാം തന്നെ നോട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അർജൻറ്റ് ഡെലിവറി കമ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ വെറുതെ നിങ്ങളുടെ കാശും കളഞ്ഞ് അർജൻറ്റ് ഡെലിവറിയുടെ പൈസ ഇവിടെ അടയ്ക്കേണ്ടതില്ല. ക്രിസ്മസ് കഴിയുന്നത് വരെ അർജൻറ്റ് ഡെലിവറി ഇനി കിട്ടത്തില്ല. ഒരു 28th മുതൽ പിന്നെയും നമുക്ക് അർജൻറ്റ് ഡെലിവറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് നമ്മളെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴേ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും കേട്ടോ. അർജൻറ്റ് ഡെലിവറി വേണ്ടവർക്ക്, അതായത് ഫാസ്റ്റായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചാൽ ഈ പ്രോഡക്റ്റ് ഫാസ്റ്റായിട്ട് കിട്ടും. സാധാരണ രീതിയിൽ നമുക്ക് കേരളത്തിൽ കൊറിയർ ചാർജ് ഇല്ല. ഷിപ്പിംഗ് ഫ്രീ ആണ്. നമ്മൾ ഫ്രീ ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ ചിലർക്ക് പക്ഷേ ഇപ്പോൾ 1-2 ദിവസത്തിനകത്ത് വേണം, 2-3 ദിവസത്തിനകത്ത് വേണം എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഓഫർ. അപ്പോൾ ഈ ഓഫർ ബൈ 1 get 1 500 rupees. വെബ്സൈറ്റിൽ പലവിധ അളവുകളുണ്ട്. വെബ്സൈറ്റിൽ ഓഫറില്ല. ഓഫർ വേണ്ടവർ വാട്സപ്പ് ത്രൂ മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ലാത്തവർക്കാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമ്മൾ അഡ്രസ്സും ഡീറ്റെയിൽസും ചോദിച്ചാലും പിന്നെയും നമ്പർ താ സ്കാനർ താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആദ്യം കാശെല്ലാം മേടിച്ച് വെക്കേണ്ടത് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ആണ്. എന്നിട്ടല്ലേ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ആദ്യമേ തന്നെ കാശ് മേടിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നമ്മൾ ആദ്യമേ തന്നെ കസ്റ്റമറുടെ ഡാറ്റ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരണം. അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് നമുക്ക് തരണം. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ ആദ്യമേ തന്നെ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ അഡ്രസ്സ് അയച്ചോ എന്നുള്ളൊരു നിലപാട് നമുക്കില്ല. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ ഇല്ല. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഓൺലൈൻ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റാണ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പോയിട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ആദ്യമേ തന്നെ എല്ലാ പ്രോഡക്റ്റും ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അളവ് സെലക്ട് ചെയ്ത് നമ്മുടെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒക്കെ ഫില്ല് ചെയ്ത് അവസാന ഘട്ടമാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്സപ്പിലും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇൻഫോം ചെയ്ത് നമ്മളതിൻ്റെ വില തന്ന് നിങ്ങളുടെ ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടും. അതിനകത്ത് കറക്റ്റായിട്ട് ഡെലിവറി പീരീഡും റിട്ടേൺ പോളിസിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടും. ഇനിയിപ്പം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ടൈമിനകത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും പാനിക് ആവേണ്ടതില്ല. ഉടനെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ത്രൂ മെസ്സേജ് ഇടുക. നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പ്രോഡക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്ത് നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ. പിന്നെ മിക്കവാറും പ്രോഡക്റ്റ് കിട്ടാതെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും. കാരണം കസ്റ്റമർ ഫോണിൽ അവൈലബിൾ ആവാതിരിക്കുക, കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുക, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും, ഡോർ ക്ലോസ്ഡ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രോഡക്റ്റ് ഡെലിവറി ആവാതിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ വിത്ത് പ്രൂഫ് ഡീറ്റെയിൽസ് തരും, കോൾ ഹിസ്റ്ററി തരും. പിന്നെ കൊറിയർ സർവീസിൻ്റെ വെബ്സൈറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾക്കിപ്പോൾ പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ 4-5 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 8-10 പ്രോഡക്റ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 1-2 പ്രോഡക്റ്റ് മിസ്സിങ് വന്നേക്കാം.
അങ്ങനെയുള്ള സമയത്തും ഒട്ടും പാനിക് ആവേണ്ടതില്ല. ഓപ്പണിംഗ് വീഡിയോ ഉൾപ്പെടെ നമ്മളെ ഇൻഫോം ചെയ്യുക, നമ്മളത് കണ്ടുപിടിച്ച് തരും എവിടെയാണ് മിസ്സായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടത് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക. പ്രോഡക്റ്റ് വരുന്ന സമയത്ത് എല്ലാ ഓൺലൈൻ സൈറ്റുകളിലെ പോലെയും ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലുള്ള എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും പോലെ തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് കയ്യിൽ വരുന്ന സമയത്ത് തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുക. നിങ്ങൾ ബുക്ക് ചെയ്ത് അത്രയും പ്രോഡക്റ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ഇങ്ങോട്ട് അയക്കുക, കംപ്ലയിൻറ്റ് ചെയ്യുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരും, നമ്മളത് റെക്ടിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ടതില്ല. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പം അത്രയും ആളുകൾ ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആ ഓഫറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് നീലയമരി കരിഞ്ജീരകം ഹെയർ ഓയിൽ ബൈ 1 get 1 ഓഫറുണ്ട്. അതുപോലെ തന്നെ ഡൈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിൽ ബൈ 1 get 1 ഓഫറുണ്ട്. അതും കൂടാതെ ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ഫുൾ ബോഡി വൈറ്റനിങ് ക്രീം ബൈ 1 get 1 ഓഫ് 4 ഓഫറാണ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത്. 2 ഹെയർ ഓയിലും 2 ക്രീമുമാണ്. നീലയമരി ഓയിലിൻ്റെ ഓഫറും ഡൈ ഓയിലിൻ്റെ ഓഫറും മഞ്ചിഷ്ട ക്രീമിൻ്റെ ഓഫറും ഗ്ലൂട്ട ക്രീമിൻ്റെ ഓഫറും 4 ഓഫറും ബൈ 1 get 1 500 റുപ്പീസാണ്. 4നും സെയിം പ്രൈസാണ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രം ഈ നമ്പറിൽ മെസ്സേജ് ഇടുക. കഴിയുന്നതും വോയിസ് ഇടാതിരിക്കുക. വോയിസ് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടിയെന്ന് വരത്തില്ല. മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ആവശ്യമുള്ള പ്രോഡക്റ്റും നിങ്ങളുടെ സ്ഥലവും ജില്ലയുമാണ് പറയേണ്ടത്. ചിലർ എത്ര ചോദിച്ചാലും സ്ഥലം പറയത്തില്ല. ആദ്യം വില പറ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ചിലർക്ക്. വില പറ, എന്നിട്ട് ഞാൻ പറയാം സ്ഥലം. നിങ്ങളുടെ സ്ഥലം പറഞ്ഞു എന്ന് കരുതിയിട്ട് ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് വരത്തൊന്നുമില്ല. നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കാതെ ഈ പ്രോഡക്റ്റ് വരത്തേയില്ല. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് പ്രീപെയ്ഡ് ആണ്. പേയ്മെൻറ്റ് ആദ്യമേ അടച്ച് ബുക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് പോലും നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ സ്ഥലം പറയുക. ചിലരിപ്പം കണ്ണൂരിൽ നിന്നാണ് ബുക്ക് ചെയ്യണമെങ്കിൽ മലപ്പുറം എന്ന് പറയും. എന്നിട്ട് നമ്മൾ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി വരുമ്പോൾ അഡ്രസ്സ് ചോദിക്കുമ്പോൾ കണ്ണൂരുള്ള അഡ്രസ്സ് ഇടും. ആ അഡ്രസ്സിൽ ചിലപ്പോൾ സർവീസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളത് പറയുക. എന്തിനാണ് മിസ്ലീഡ് ചെയ്യുന്നത്? ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നമ്മൾ ഒരാളെ മിസ്ലീഡ് ചെയ്തിട്ടോ നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്തിട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ആകെ 2 കാര്യങ്ങളെ നമ്മൾ വെൽക്കം നോട്ടിനകത്ത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഏതാണ്, രണ്ടാമത്തത് നിങ്ങളുടെ സ്ഥലവും ജില്ലയും. ഇത് മാത്രം എഴുതിയിട്ടാൽ മതി. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഒന്നും ആ സമയത്ത് ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്മൾ വില തന്നു കഴിഞ്ഞ് ആ വില നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും ഫില്ല് ചെയ്ത് അയച്ചാൽ മതി. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്കിംഗ് ആവും. വളരെ എളുപ്പമാണ്. വെബ്സൈറ്റിലും ഇതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, വെബ്സൈറ്റിൽ ഓഫർ ഇല്ല എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ പേരും സ്ഥലവും ജില്ലയും പറയുക. അതല്ല എൻക്വയറിയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട. യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ കമൻ്റ് ഇട്ട് ചോദിക്കുക. പിന്നെ ചോദിച്ച ഉടനെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിലേക്ക് ഓടണ്ട. കാരണം ഇവിടെ അത്രയും തിരക്കാണ്. ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴേ എനിക്ക് റിപ്ലൈ തരാനൊക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ബോട്ടിൽ എൻ്റെ മെയിൽ ID ഉണ്ട്. അതിനകത്ത് പേഴ്സണലായിട്ട് ഇപ്പോൾ പബ്ലിക്കായിട്ട് ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ബോട്ടിൽ എൻ്റെ മെയിൽ ID ഉണ്ട്. അതിനകത്ത് മെയിൽ അയച്ച് ചോദിച്ചാലും മതി കേട്ടോ. വാട്സാപ്പിൽ ഇരിക്കുന്നത് ഞാനന്നോർത്ത് അങ്ങോട്ട് ഓടണ്ട. അവിടെ സ്റ്റാഫുണ്ട്, ബുക്കിംഗ് സ്റ്റാഫായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുന്ന കൊച്ചുങ്ങളാണ്, പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ബുക്കിംഗ് എടുക്കുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം ജസ്റ്റ് ഒരു ബുക്കിംഗ് നമ്പർ മാത്രമാണ്. അതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യുക, പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് കാര്യങ്ങളാണെങ്കിൽ കഴിയുന്നതും ചാനലിൽ നോക്കുക. എൻ്റെ വർഷങ്ങളായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ മഞ്ചിഷ്ട ക്രീം എന്ന് പറയുന്നത്. നീലയമരി എല്ലാം വർഷങ്ങളായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂസ്, ഫീഡ്ബാക്സ്, പിന്നെ ഇതിൻ്റെ യൂസേജ്, ഇൻഗ്രീഡിയൻസ് എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിൽ പലവിധ വീഡിയോകളായിട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ നോക്കുക. നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഞാൻ ഒരിക്കലും ഇത് നിങ്ങളിത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ പറയത്തില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുക. ഫോട്ടോസും ഫീഡ്ബാക്സും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ
സ്റ്റോറേജിലും കിടപ്പുണ്ട്. ആളുകൾ അയച്ചു തന്നിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള അവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്സ് റിവ്യൂസ് എല്ലാം നമ്മുടെ CP ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും കൂടാതെ നമ്മുടെ ഏതൊരു മഞ്ജിഷ്ട ക്രീമിൻ്റെ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ അതിനകത്തും കാണാം. എല്ലാവരും വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ.